നിങ്ങൾ ഈ എൻജിൻ ഫ്ലഷ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഒരു സാധനം നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം എൻ്റെ ഒരു ദുരനുഭവം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. ആദ്യം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ നോക്കാം. ഇതെന്താ വെച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻജിനുള്ള കാർബൺ ഡെപ്പോസിറ്റിനെ നീക്കം ചെയ്യലാണ് ഈ എൻജിൻ ഫ്ലഷിൻ്റെ വർക്ക്. പക്ഷേ ഒരു സംഭവം ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എൻജിൻ ഓയിൽ ചോർത്തുന്നതിന് മുമ്പ് ഈ സാധനം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളം എൻജിൻ സ്റ്റാർട്ടിങ്ങിലിട്ട് ഈ എൻജിനുള്ളിലേക്ക് ഈ ലിക്വിഡ് എൻജിൻ ഓയിലൂടെ മിക്സ് ചെയ്ത് ഈ വാൾവുകളിലും പിസ്റ്റൺ റിങ്സുകളിലൊക്കെ പോയി ആ അടിഞ്ഞുകൂടിയിട്ടുള്ള കാർബണയൊക്കെ നീക്കം ചെയ്യും. ഈ സാധനം നീക്കം ചെയ്ത് നേരെ ഓയിൽ സമ്പിലോട്ട് വരും. ഇത് നമ്മൾ ചോർത്തും. ഈ ചോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ളും ആ ഓയിൽ സമ്പിലുള്ള ഓയിൽ ഫുള്ളായിട്ട് നമുക്ക് ഡ്രൈൻ ചെയ്ത് വരില്ല. അതിൽ എങ്ങനെ പോയാലും ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ ഒരു 600 മില്ലി തൊട്ടൊരു 300 മില്ലി വരെ ഏതാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും, ഓയിൽ സമ്പിൽ തന്നെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വേറൊരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയ എൻജിൻ ഓയിൽ ഒഴിക്കും. ഈ ഒഴിക്കുമ്പോൾ ആ നല്ല എൻജിൻ ഓയിലെ ഈ ഒരു ലിക്വിഡ് കാരണം വീണ്ടും ആ ഒരു എൻജിൻ ഓയിലിനെ കേടുവരുത്തുമ്പോൾ ഈ എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി പോയി ഒരു വെള്ളം പോലെയാവും. ഇങ്ങനെ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിന് വീണ്ടും പ്രശ്നം കൂടുകയുള്ളൂ. പുതിയ എൻജിൻ ഓയിൽ ഈ വെള്ളം പോലെ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ലൂബ്രിക്കേഷൻ ഇല്ലാതെ പല ക്യാം ഷാഫ്റ്റുകളും വാൾവുകളൊക്കെ തേയ്മാനം സംഭവിക്കും. ഇങ്ങനെ തേയ്മാനം സംഭവിച്ച് റിങ്സിനും അതുപോലെ തേയ്മാനം സംഭവിക്കും. ഇങ്ങനെ തേയ്മാനം സംഭവിക്കും എന്ത് പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, എൻജിന് വീണ്ടും വർക്കാവും. ചിലപ്പോൾ അത് എൻജിൻ പണിയിലേക്ക് വേറെ പോവാം. എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സംഭവം ഒഴിച്ചു. ഞാനിത് ഒരിക്കലും സജസ്റ്റ് ചെയ്യുകയില്ല. പക്ഷേ കസ്റ്റമർക്ക് വളരെ നിർബന്ധമായിരുന്നു ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത എൻജിനിലെ കറ മൊത്തം തീർക്കണമെന്ന്. ഒരു 2001 മോഡൽ സെന്നായിരുന്നു. ഞാനിത് ഒഴിച്ച് ഒരു അരമണിക്കൂർ സ്റ്റാർട്ടിങ് ഇട്ടു, ഓയിലൊക്കെ ചേഞ്ച് ചെയ്തു, മാറ്റി. ഞാൻ അപ്പം പറയുന്നൊക്കെ ഉണ്ട്, കാര്യങ്ങൾ വ്യക്തമായ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് എൻജിൻ ക്ലീൻ ആവണം, ഇത് പിന്നെ മാർക്കറ്റിൽ വെക്കുന്നത് വെറുതെ അല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് അറിയാത്തതുകൊണ്ടാണെന്നൊക്കെയാണ് മൂപ്പർ എന്നോട് വായിച്ചത്. മൂപ്പറുടെ ഇഷ്ടത്തിന് അതെല്ലാം ചെയ്തെല്ലാം ശരിയാക്കി കൊടുത്തു. ഏകദേശം ഒരു 1000 അല്ലെങ്കിൽ 1500 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും വണ്ടി. അത് കഴിഞ്ഞ് ആൾ കൊണ്ടുവന്നു. സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ ബാക്കിലൂടെ ഫുൾ പുകയാണ്. നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്ത് നിങ്ങൾ എന്താ വണ്ടി ചെയ്ത്, എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആണ്, എന്താ ഇങ്ങനെ പുക വരാൻ കാരണം നോക്കിയപ്പോൾ എൻജിൻ്റെ കംപ്രഷൻ റിങ്സ്, ഓയിൽ റിങ്സ് ഒക്കെ വീക്കായി. പവറും ഇല്ല, ഓയിൽ റിങ്സ് വീക്കായി എന്ത് സംഭവിക്കും? ഈ കംപ്ലീറ്റ് ഈ ഓയിലും മുകളിലോട്ട് കയറി പെട്രോളിലൂടെ മിക്സിംഗ് ആയി കത്തും. ഈ കത്തി നേരെ എക്സോസ്റ്റ് വഴി പുകയായിട്ട് പുറന്തള്ളും. ഇങ്ങനെ വരാനുള്ള കാരണം 2 എണ്ണമാണ്. ഒന്ന്, ഈ ഓയിലൂടെ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഓയിലിൽ ആ പഴയ ഓയിലിലെ ലിക്വിഡും കൂടി മിക്സ് ചെയ്ത് ആ ഓയിൽ വെള്ളമായിട്ട് തേയ്മാനം സംഭവിച്ച് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പഴയ വണ്ടികൾക്ക് ചിലപ്പോൾ ഈ കംപ്രഷൻ കറക്റ്റ് പവറും ഇത് നിൽക്കുന്ന കാരണം അതിൽ അടിഞ്ഞുകൂടിയ കാർബണാണ്. ചില സമയത്ത് ആ കാർബൺ നല്ലതാണ്. അപ്പോൾ ഈ കാർബൺ ഫുള്ളായി ക്ലിയറായി പോകുമ്പോൾ എന്തെങ്കിലും വെച്ചാൽ ആ റിങ്സ് ആൾറെഡി വീക്കായിരിക്കും. അപ്പോൾ ഈ വീക്കായത് എഞ്ചിനെ അറിയിക്കാതെ ഇരിക്കുന്നത് ആ കാർബണാണ്, അടിഞ്ഞുകൂടിയ കാർബണാണ്. അതുകൊണ്ടാണ് ഈ കംപ്രഷൻ കറക്റ്റായി കിട്ടുന്നത്. ഈ കാർബൺ കംപ്ലീറ്റ് ചിലപ്പോൾ നീങ്ങിപ്പോകുമ്പോൾ ഈ കംപ്രഷൻ ഔട്ടാവും, കംപ്രഷൻ വീക്കാവും. കാർബൺ ഉള്ളതുകൊണ്ടാണ് അതൊരു കംപ്രഷൻ ഇങ്ങനെ പിസ്റ്റലിൽ ഇങ്ങനെ പോകുന്നത്. അത് കംപ്ലീറ്റ് നീക്കം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഔട്ടായിട്ട് പോകും. മേ ബി അങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ പുകയായത്. പിന്നെ ആൾ വഴക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതൊരു ഭാഗം. ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഫ്ലഷ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും വണ്ടിയിൽ യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഒരു മെക്കാനിക്കൽ എന്നുള്ള നിലയ്ക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എൻജിൻ ഇപ്പോൾ ഒരു സെക്കൻഡ്സ് വണ്ടി നിങ്ങൾ വാങ്ങിച്ചു, ഇപ്പോൾ എൻജിൻ അത്രയും കറയാണ്, കാർബൺ അത്രയും അടിഞ്ഞുകൂട്ടിയിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 2500 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു 3 വട്ടം അല്ലെങ്കിൽ 4 വട്ടം ഒരു ഓയിൽ സർവീസ് പെട്ടെന്ന് ചെയ്ത് വിട്ടേക്ക്. എന്നിട്ട് നല്ല ഓയിൽ വാങ്ങിച്ചിട്ട് ചെയ്ത് വിട്ടേക്ക്. അങ്ങനെ ഒരു 4 വട്ടം ചെയ്ത് വിടുമ്പോൾ തന്നെ നിങ്ങളുടെ എൻജിൻ്റെ ഏകദേശമുള്ള കാർബണും കാര്യങ്ങളൊക്കെ ക്ലിയറായി പോവും. ഒന്ന്, പിന്നെ വാൾവിൻ്റെയും ക്യാം ഷാഫ്റ്റിൻ്റെയും ടാപ്പിൻ്റെയൊക്കെ കാർബണേ പോകത്തുള്ളൂ കേട്ടോ. എൻജിൻ റിങ്സിലെ കാർബൺ പോകത്തില്ല. ഇതിനൊരു ഇപ്പോൾ ഒരു 3-4 സർവീസ് നിങ്ങൾ 2500 ചെയ്യാൻ കുറച്ച് ക്യാഷ് പോവുമായിരിക്കും. പക്ഷെ എന്നാൽ അത്യാവശ്യം എൻജിൻ ഇത്തിരി നീറ്റായി കിട്ടും. അല്ലാതെ ഇമ്മാതിരി എൻജിൻ ഫ്ലഷ് ഒഴിച്ച് പണിയുടെ മേലെ പണി വാങ്ങിച്ചു കൂട്ടരുത്. ഡീസൽ വണ്ടി ആയാലും പെട്രോൾ വണ്ടി ആയാലും പുതിയ വണ്ടികൾ ഒട്ടും ഒഴിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ വണ്ടി വാങ്ങിച്ചാൽ കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യുക. ഒരു 5000 കിലോമീറ്റർ ഓയിൽ മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4000-ൽ മാറ്റുക. അത് നിങ്ങളുടെ എൻജിൻ ലൈഫ് നല്ലതാണ്. ഇപ്പോൾ അതേസമയം ഒരു സിന്തറ്റിക് ഓയിലാണ് നിങ്ങൾ ഒഴിക്കുന്നത് വെച്ചാൽ ഒരു 10,000-ൽ ഓയിൽ മാറ്റണം പറഞ്ഞാൽ ഒരു 8500, ഒരു 9-നുള്ളിൽ 10 തികയ്ക്കണ്ട, അതിന് കുറച്ച് മുന്നേ തന്നെ മാറ്റുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻജിൻ നല്ല ലൈഫ് നല്ലോണം നിൽക്കും. അല്ലാതെ ഇമ്മാതിരി മണ്ടത്തരം കാണിച്ച് ലാസ്റ്റ് വർക്ക്ഷോപ്പുകാരിൽ പോയി അവിടെ പോയി വഴക്കടിച്ച്, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള മെക്കാനിക്കിനോട് വഴക്കടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇതൊക്കെയാണ്. പിന്നെ അവർ പിന്നെ നമ്മളോട് വാദിക്കും ഇത് അങ്ങനെയൊന്നും അല്ല ചെയ്ത്, നിങ്ങൾ വേറെന്തോ ചെയ്തു. നമ്മളതിൽ വേറൊന്നും ചെയ്യാനില്ല. എഞ്ചിൻ ഓയിൽ അഴിച്ചു വിടുന്നു, പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നു, ഓയിൽ ഫിൽറ്റർ ഇതൊക്കെ മൂപ്പർ അവർന്നിരുന്ന് കാണുന്നുമുണ്ട്. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ പിന്നെ വേറെ അതിലെന്താ ചെയ്യാനുള്ള?
മൂപ്പർ തന്ന ലിക്വിഡാണ് ഒഴിച്ചത്. ഞാനിത് വ്യക്തമായിട്ട് ആളോട് പറഞ്ഞിട്ടും ആൾക്കത് മനസ്സിലാവുന്നില്ല. അതുപോട്ടെ, ഇനിയിപ്പോൾ ഇതുപോലെ വണ്ടികൾ യൂസ് ചെയ്യുന്ന ബൈക്കായാലും കാറായാലും എന്തായാലും ശരി, ഈ ഒരു സാധനം യൂസ് ചെയ്യണത്, ഈ ഒരു ലിക്വിഡ് ഒരിക്കലും എൻജിൻ ഫ്ലഷ് ഒരിക്കലും യൂസ് ചെയ്യരുത്, ദയവ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാർക്കറ്റിൽ എന്തിനാണോ ചുമ്മാതലല്ലോ വെക്കുന്നതെന്ന്. ഇപ്പോൾ പഞ്ചസാര, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പഞ്ചസാര ഷുഗറാണ്, അറിയാം. നമ്മൾ പഞ്ചസാര ഷുഗറാണ്, അത് കഴിച്ച ഡയബറ്റീസ് വരും, പ്രമേഹം വരും, എല്ലാ രോഗം വരും എന്നുള്ളത് നമുക്കറിയും. എന്നിട്ട് നമ്മൾ ആരെങ്കിലും കഴിക്കാതെ ഇരിക്കുന്നുണ്ടോ ആ സാധനം? ഇല്ലല്ലോ. അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. ചിലവർ അറിഞ്ഞിട്ടും മാക്സിമം അറിയണവർ ചെയ്യില്ല. മെക്കാനിക്കലുള്ളവരുടെ കയ്യിൽ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പേരും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ പിന്നെ ഈ കസ്റ്റമേഴ്സ് ഈ യൂട്യൂബിലും ഈ വീഡിയോസും ഇതൊക്കെ കണ്ടിട്ട് ക്ലീൻ ആവും, അപ്പോൾ നമ്മുടെ എൻജിൻ അവിടെ ക്ലിയർ ആയിരിക്കും, അങ്ങനെ ആ ഒരു മൈൻഡിൽ വരുന്നതാണ്. ദയവേത് ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യരുത്, ഇത് ഒഴിക്കരുത്. നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ വണ്ടിക്ക് തന്നെയാണ് അത് കേട്.